ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 7 ശ്ലോകം 2. ഭഗവാൻ ത്രിഗുണാത്മകവും സ്ഥൂലവുമായ വിരാട് പുരുഷ രൂപം സ്വീകരിച്ചതിന് ശേഷം സത്വം രജസ് എന്ന 2 ഗുണം മാത്രമുള്ള സൂക്ഷ്മമായ ബ്രഹ്മാവിൻ്റെ സ്വരൂപം സ്വീകരിച്ചു എന്നാണ് ഒന്നാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സൃഷ്ടിശക്തി കൈവരുന്നതിന് തപസ് ചെയ്യണമെന്ന് ബ്രഹ്മാവിന് പ്രേരണ നൽകിയതും ഭഗവാൻ തന്നെയാണ് എന്ന് പറയാണ്. സ്വയം വിശ്വവിസർഗദത്ത ഹൃദയ സംപശ്യമാനസ്വയം ബോധം കല്വനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്ഥസ്തിവാൻ താവത്വം ജഗതാംപദേ തപതവേത്യേവം ഹി വൈഹായസിം വാണീമേ നമശിശ്രവ ശ്രുതിസുഖാം പൂർവം സ്തവ പ്രേരണാം. സഹ അയം വിശ്വവിസർഗദത്തഹൃദയഃ സംപശ്യമാനഃ സ്വയം ബോധം ഖലു അനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ ചിന്താകുലഃ തസ്തിവാൻ താവത്വം ജഗതാംപതി തപതപ ഇതി ഏവം തപതവേത്യേവം ഹി വൈഹായസിം വാണിം ഏനം അശിശ്രവഃ വാണീമേനം അശിശ്രവ ശ്രുതിസുഖാം കുർവം തപഃ പ്രേരണാം. സ്വയം വിശ്വവിസർഗദത്ത ഹൃദയ സംപശ്യമാനസ്വയം ബോധം കല്വനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്ഥസ്തിവാൻ താവത്വം ജഗതാംപദേ തപതവേത്യേവം ഹി വൈഹായസിം വാണീമേ നമശിശ്രവ ശ്രുതിസുഖാം പൂർവം സ്തവ പ്രേരണാം. സഹായം. ആ ബ്രഹ്മാവ് വിശ്വവിസർഗദത്ത ഹൃദയ പ്രപഞ്ച സൃഷ്ടിക്ക് ഉത്സാഹിച്ച് സ്വയം തന്നെത്താൻ സംപശ്യമാനഃ വിശ്വവിഷയം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവിനെ ധ്യാനിക്കുന്നവൻ എങ്കിലും ബോധം ഖലു അനവാപ്യ അതിനെ തീരെ ലഭിക്കാഞ്ഞിട്ട് ചിന്താകുലഃ ചിന്ത പൂണ്ട് തസ്തിവാൻ ദുഃഖിച്ച് ഇരുന്നു. ജഗതാംബദേ അലയോ ലോകനാഥ താവത്വം അപ്പോൾ നിന്തിരുവടി തപപ്രേരണാം കുർവൻ തപസ്സിന് പ്രേരണ നൽകിക്കൊണ്ട് തപ തപ ഇതിയേവം തപസ് ചെയ്യൂ എന്നിങ്ങനെ ശ്രുതിസുഖാം കാതുകൾക്ക് ഇമ്പമുണ്ടാക്കുന്ന വൈഹായസീം അശരീരി വാക്ക് വാണിം ഏനം അശിശ്രവ ആ ബ്രഹ്മാവിനെ കേൾപ്പിച്ചു. ആ ബ്രഹ്മാവ് പ്രപഞ്ച സൃഷ്ടിക്ക് ഉത്സാഹിച്ച് തന്നെത്താൻ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവിനെ ധ്യാനിക്കുന്നവനെങ്കിലും അതിനെ തീരെ ലഭിക്കാഞ്ഞിട്ട് ചിന്ത പൂണ്ട് ദുഃഖിച്ച് ഇരുന്നു. ലോകനാഥ അപ്പോൾ നിന്തിരുവടി തപസ്സിന് പ്രേരണ നൽകിക്കൊണ്ട് തപസ് ചെയ്യൂ എന്നിങ്ങനെ കാതുകൾക്ക് ഇമ്പമുണ്ടാക്കുന്ന അശരീരി വാക്ക് ആ ബ്രഹ്മാവിനെ കേൾപ്പിച്ചു. സ്ഥാവരങ്ങളും ജംഗമങ്ങളുമായിട്ട് പലതും സൃഷ്ടിക്കണമെന്ന് ബ്രഹ്മാവിന് ആഗ്രഹമുണ്ട്. എന്ത് സൃഷ്ടിക്കണം, എങ്ങനെ സൃഷ്ടിക്കണം എന്നൊന്നും എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ചോദിക്കാനാണെങ്കിൽ ആരെയും കാണുന്നുമില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ബ്രഹ്മാവ് ചിന്താമഗ്നായിരുന്നു. അപ്പോഴാണ് തപസ്സു ചെയ്യൂ എന്ന ഒരു അശരീരി വാക്ക് കേട്ടത്. തപസ്സു ചെയ്യാൻ പ്രേരണ നൽകിക്കൊണ്ട് ഭഗവാൻ കേൾപ്പിച്ചതായിരുന്നു ആ വാക്ക്. പ്രാകൃതപ്രളയം കഴിഞ്ഞ് ആദ്യം വരുന്ന ബ്രാഹ്മകൽപ്പത്തിൽ എന്തൊക്കെയാണ് സൃഷ്ടിക്കേണ്ടതെന്നറിയാതെ ചിന്തയിലാണ്ട ബ്രഹ്മാവിനെയാണ് ഇവിടെ നാം കാണുന്നത്. ആ പ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന കൽപ്പത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാവണം. എന്നാൽ അതൊക്കെ ഇപ്പോഴും സൃഷ്ടിക്കാം. തപസ്സുകൊണ്ട് പൂർവ്വകൽപ്പത്തിലെ പ്രപഞ്ചത്തിൻ്റെ ബോധം ഉണ്ടാവുകയുള്ളൂ എന്നാണ് അശരീരി വാക്കിലൂടെ ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ചത്. സ്വയം വിശ്വവിസർഗദത്ത ഹൃദയ സംപശ്യമാനസ്വയം ബോധം കല്വനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്ഥസ്തിവാൻ താവത്വം ജഗതാംപദേ തപതവേത്യേവം ഹി വൈഹായസിം വാണീമേ നമശിശ്രവ ശ്രുതിസുഖാം പൂർവം സ്തവ പ്രേരണാം. സ്വയം വിശ്വവിസർഗദത്ത ഹൃദയ സംപശ്യമാനസ്വയം ബോധം കല്വനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്ഥസ്തിവാൻ
താവത്വം ജഗദാംബദേ തപതവേത്യവം ഹി വൈഹായസീം വാണീ മേ നമശിശ്രവ ശ്രുതിസുഖാം പൂർവം സ്തവ പ്രേരണാം സ്വയം വിശ്വവിസർഗദത്തഹൃദയ സംപശ്യമാനസ്വയം ബോധം കൽവനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ താവത്വം ജഗദാംബദേ തപതവേത്യവം ഹി വൈഹായസീം വാണീ മേ നമശിശ്രവ ശ്രുതിസുഖാം പൂർവം സ്തവ പ്രേരണാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.